ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ആമസോണിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് എല്ലാം പർച്ചേസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതുപോലെ നിങ്ങൾക്കും അനുഭവമെല്ലാം ഉണ്ടായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എന്നാൽ നിങ്ങൾ എന്താണ് ഇത് സാധാരണ ചെയ്യൽ എന്നെല്ലാം നിങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഒരു 40,000 രൂപയുടെ ഒരു മൈക്രോഫോൺ എല്ലാമാണ് പർച്ചേസ് ചെയ്തത്. നിങ്ങൾക്കറിയാമായിരിക്കും, ഷുവറിൻ്റെ SM7B എന്നൊരു പ്രൊഡക്റ്റാണ്. വളരെ ഫേമസ് ആയ ഒരു മൈക്രോഫോണാണിത്. മൈക്കിൾ ജാക്സൺ എല്ലാം തന്നെ യൂസ് ചെയ്തിരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇത്രത്തോളം നല്ല രീതിയിലുള്ള റിവ്യൂ എല്ലാം കണ്ടതിന് ശേഷമാണ് ഇത് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചത്. എന്നാൽ ഇങ്ങനെ പർച്ചേസ് ചെയ്ത് ഇത് ഡെലിവർ ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ എനിക്ക് ഈ കാണുന്ന രീതിയിലാണ് ഈ ഒരു ബോക്സ് എല്ലാം വന്നിരുന്നത്. അതായത് ഇതിൻ്റെ ബോക്സ് എല്ലാം തന്നെ കീറി, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പുതിയ ഒരു ബോക്സ് പോലെയൊന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ പുതിയ ഒരു മൈക്രോഫോൺ പോലെയൊന്നും തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിന് ഇത്രത്തോളം വിലയെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇത് വന്നപ്പോൾ തന്നെ അവരുടെ കസ്റ്റമർ കെയറുമായി കോൾ ചെയ്യുകയും അതിനുശേഷം ഇത് റീപ്ലേസ്മെൻറ്റ് വേണം, ഇപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്യാനൊന്നും പോകുന്നില്ല, എനിക്ക് ഇപ്പോൾ തന്നെ ഇത് റീപ്ലേസ്മെൻറ്റ് ചെയ്യണമെന്നെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവരുടെ ടീം മെമ്പർ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരാഴ്ച എന്തായാലും സമയമുണ്ടല്ലോ, ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു പിക്ചറെല്ലാം നിങ്ങൾ എനിക്ക് അയച്ചു തരൂ, നമുക്ക് വേണ്ട ആക്ഷൻ ഇത് നമ്മൾ ചെയ്യാമെന്നെല്ലാമാണ്. അതിനുശേഷം ഞാൻ ഈ വന്നിരിക്കുന്ന ബോക്സിൻ്റെ ഇതുപോലെയുള്ള പിക്ചറെല്ലാം അവർക്ക് അയച്ചു കൊടുത്തു. അതിനുശേഷം അവർ പറഞ്ഞു, ഈ പിക്ചറെല്ലാം തന്നെ നമ്മുടെ പക്കൽ ഇപ്പോൾ, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഇനി അടുത്ത ദിവസം ഞാൻ നിങ്ങളെ കോൾ ബാക്ക് ചെയ്യാം, അതിനുള്ളിൽ നിങ്ങൾ ഈ ഒരു ബോക്സ് എല്ലാം ഓപ്പൺ ചെയ്ത് ഇത് വർക്കിംഗ് ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യൂ എന്നെല്ലാമാണ് അവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ഒരു മൈക്രോഫോൺ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഇത് യൂസ് ചെയ്യാനെല്ലാം ട്രൈ ചെയ്തിരുന്നു. എന്നാൽ മൈക്രോഫോണിലും ചെറിയ ഒരു പ്രശ്നമെല്ലാം, അതായത് നമ്മുടെ വോയിസ് കറക്റ്റായി ക്യാപ്ചർ ആകുന്നില്ല. ചില സമയത്ത് നമുക്ക് ആ ഒരു ഭാഗത്തെല്ലാം തന്നെ വോയിസ് എല്ലാം കട്ടാകുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിൽ വന്നിരുന്നു. അപ്പോൾ ഇതിന് ശേഷം നെക്സ്റ്റ് ഡേ അവർ എനിക്ക് കോൾ ബാക്ക് ചെയ്യാമെന്ന് പറഞ്ഞാണ് വെച്ചത്. എന്നാൽ അതിന് ശേഷം അവർ കോൾ ബാക്ക് ഒന്നും തന്നെ, അതായത് അടുത്ത ദിവസം കോൾ ബാക്ക് ഒന്നും ചെയ്തില്ല. അപ്പോൾ വീണ്ടും ഞാൻ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു പ്രശ്നം, അതായത് ഇതിന് ഒരു ഇൻവെസ്റ്റിഗേഷൻ റേസ് ചെയ്യണമെന്നെല്ലാമാണ്. അതായത് തലേ ദിവസം നമുക്ക് ലഭിച്ചിരുന്ന ഒരു മറുപടിയല്ല ആമസോണിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്, നമ്മുടേതല്ലാത്ത ഒരു കുറ്റം കൊണ്ട്, അതായത് സെല്ലറിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഒരു തെറ്റിലെല്ലാം തന്നെ ഇത്തരത്തിൽ നമുക്കാണ് ഇതിൻ്റെ ടൈമെല്ലാം നഷ്ടമാകുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് 4 ദിവസം വെയിറ്റ് ചെയ്യണം, അതിനുശേഷം ഞങ്ങൾ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം എന്താണ് വേണ്ടത് എന്നത് അത് നിങ്ങളെ അറിയിക്കാമെന്നെല്ലാമാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഈ ഒരു കാര്യം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഒരു ദിവസം നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അതുപോലെ നമുക്ക് ഇനി പ്രശ്നമില്ലെങ്കിൽ കൂടി ഇത് ചെക്ക് ചെയ്തതിന് ശേഷം ഈ ബോക്സ് എല്ലാം ഡാമേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് എല്ലാം റേസ് ചെയ്യാമെന്നാണ്. എന്നാൽ വീണ്ടും 4 ദിവസം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയെല്ലാം വന്നിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഇത് എനിക്ക് എത്രത്തോളം ആക്സെപ്റ്റബിൾ അല്ല എന്ന് അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ നമ്മുടേതല്ലാത്തൊരു പ്രശ്നം കൊണ്ട് നമുക്ക് ഇങ്ങനെയെല്ലാം തന്നെ ഒരുപാട് സമയമെല്ലാം നമ്മുടെ പോകേണ്ട ആവശ്യമെല്ലാമാണ്. അപ്പോൾ ഇവിടെ വീണ്ടും ഞാൻ ഈ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ട് അവരുടെ സീനിയർ ടീമുമായി എല്ലാം കോൺടാക്റ്റ് ചെയ്യുന്നതിനെല്ലാം ശ്രമിച്ചിരുന്നു. എന്നാൽ അവർ പറഞ്ഞത് സീനിയർ ടീമിലേക്ക് കണക്റ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസൊല്യൂഷൻ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇത്തരത്തിലെല്ലാം പറഞ്ഞതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ഒരു കാര്യം ചെയ്തത്, ഇത്തരത്തിൽ ഷുവറിൻ്റെ ടീമുമായി അവർക്ക് ഈ ഒരു മെയിലെല്ലാം അയച്ചു. അതായത് ഇത് ഒറിജിനൽ പ്രൊഡക്റ്റ് ആണോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്തത്. കാരണം പല ഫേക്ക് പ്രൊഡക്ട്സ് എല്ലാം തന്നെ നമുക്ക് ഇത്തരത്തിൽ SM7B മാർക്കറ്റിൽ കാണാറുണ്ട്. എന്നാൽ അവർ തന്നിരിക്കുന്ന റിപ്ലൈ എന്ന് പറയുന്നത്, ഇങ്ങനെ ഡാമേജ് ആയൊരു പ്രൊഡക്റ്റ് വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ റീപ്ലേസ്മെൻറ്റ് റേസ് ചെയ്തില്ല എന്നാണ് അവർ എന്നോട് ചോദിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ഷുവർ ടീം നിങ്ങളുടെ സെല്ലറുമായി കോൺടാക്റ്റ് ചെയ്യൂ, അവർ ഇതിന് വേണ്ട റെസൊല്യൂഷൻ വളരെ പെട്ടെന്ന് തന്നെ തരുന്നതായിരിക്കുമെന്നെല്ലാം അറിയിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ സെല്ലർക്ക് ഒരു മെയിലെല്ലാം അയച്ചു, അതായത് ഇങ്ങനെയാണ് എനിക്ക് പ്രൊഡക്റ്റ് റിസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെല്ലറിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള റെസ്പോൺസ് എല്ലാമാണ് വന്നിരുന്നത്.
അതിനുശേഷം അതായത് ഈ ഒരു കാര്യം വന്നതിന് ശേഷം പ്രൊഡക്റ്റ് ഡെലിവറായി 2 ദിവസം അപ്പോഴേക്കും കഴിഞ്ഞിരുന്നു. ഈ സെല്ലറിൻ്റെ റിപ്ലൈ എല്ലാം വന്നപ്പോഴേക്കും. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവർ ഈ പർച്ചേസ് ബില്ലെല്ലാം ചോദിച്ചു. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ആമസോണിൻ്റെ ഭാഗത്തു നിന്നും ഒരു മെസ്സേജ് ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് ലഭിച്ചിട്ടില്ല എന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കാര്യം എനിക്ക് മനസ്സിലായപ്പോൾ അതായത് ഇവരുടെ ഈ ആമസോണിൻ്റെ ഫസ്റ്റ് ടീം എന്ന് പറയുന്നത് അവരിൽ നിന്നും ഇത് നെക്സ്റ്റ് ടീമായ ടെക്നിക്കൽ ടീമാണ് ഈ ഒരു കേസ് എല്ലാം ഹാൻഡിൽ ചെയ്തിരുന്നത്. അവർ ജസ്റ്റ് ഈ ഒരു കേസ് എൻക്വയറി എന്നെല്ലാം പറഞ്ഞ് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വയ്ക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ സെല്ലറിൻ്റെ ഭാഗത്തേക്ക് ഇത്തരത്തിൽ മെസ്സേജ് ഒന്നും പോയിട്ടില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കസ്റ്റമർ കെയറിൽ കോൺടാക്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതുവരെ സെല്ലർക്ക് മെയിലൊന്നും അയച്ചിട്ടില്ല. കാരണം സെല്ലർ ഈ ഒരു കണ്ടീഷൻ മനസ്സിലാക്കിയതും അവർ ഇത് റീപ്ലേസ് ചെയ്യാൻ റെഡിയുമാണ്. എന്നാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ഇൻറ്റിമേഷൻ അല്ലെങ്കിൽ മെസ്സേജ് ഒന്നും തന്നെ അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അവർ അറിയിക്കുന്നത്. അതുപോലെ ടെക്നിക്കൽ ടീമുമായി ഞാനൊരു കാര്യം ഷെയർ ചെയ്തിരുന്നു. അതായത് എൻ്റേതല്ലാത്തൊരു പ്രശ്നം കൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു കേസ് എല്ലാം 3 ദിവസത്തോളമായി ഇപ്പോൾ ഹോൾഡ് ചെയ്തു വച്ചിരിക്കുന്നു. അടുത്തതായി ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ കൺസ്യൂമർ കോർട്ട് ത്രൂ ഈ ഒരു കാര്യമെല്ലാം പോവുകയാണ്. കാരണം എനിക്ക് ഇതിനു വേണ്ടി ഇനി കൂടുതലൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നെല്ലാമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീനിയർ ടീമുമായി കണക്റ്റ് ചെയ്തു തരണമെന്നെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ അവർ അവരുടെ സീനിയർ ടീമുമായി കണക്റ്റ് ചെയ്യുന്നതിന് അവർക്ക് വിഷമമെല്ലാം കാണാൻ സാധിച്ചു. അതായത് ഇത്തരത്തിൽ അവർ ഈ ഒരു സീനിയർ ടീമിലേക്ക് ഈ കോളൊന്നും ഫോർവേഡ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ അവർ ഈ ഒരു കോൾ കുറച്ചു നേരം ഹോൾഡിൽ വച്ചതിന് ശേഷം അവർ പറഞ്ഞത്, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റെസൊല്യൂഷൻ എല്ലാം വന്നിട്ടുണ്ട്, ഞങ്ങൾക്കൊരു മെയിൽ കമ്മ്യൂണിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ് ഇത് പെട്ടെന്ന് തന്നെ റിട്ടേൺ ചെയ്യുകയാണ്, ഇപ്പോൾ തന്നെ ഞാൻ അതിനുള്ള കാര്യമെല്ലാം ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഇവരുടെ ടെക്നിക്കൽ ടീമിൽ കുറച്ച് പേർ ഇത് ജസ്റ്റ് ഈ ഒരു കേസ് ഇത് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതായത് അവർക്ക് അപ്പോൾ വളരെ പെട്ടെന്ന് വന്നിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം കൊണ്ടൊന്നുമല്ല, വളരെ സില്ലിയായി ആണ് ഈ ഒരു കേസ് എല്ലാം തന്നെ അവർ ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പോൾ ഇത് അവർ പർപ്പസ്ഫുള്ളി നമ്മുടെ ഈ ഒരു കേസ് ഇത് അവർ 3 ഡേയ്സ് എല്ലാം തന്നെ ഡിലേ ആക്കുകയായിരുന്നു. മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ ചെയ്തിരുന്നില്ല എന്നെല്ലാം എനിക്ക് മനസ്സിലായിരുന്നു. അതിനാൽ തന്നെ ഈ ഒരു കോൾ അറ്റൻഡ് ചെയ്തിരുന്ന ആൾക്കും ഈ ഒരു കാര്യം മനസ്സിലായത് കൊണ്ടായിരിക്കാം അവർ അത് അപ്പോളജൈസ് എല്ലാം പറഞ്ഞിരുന്നു. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം അവർ അതായത് റിട്ടേണിന് വേണ്ടിയുള്ള മെയിൽ അയക്കുകയും ഇത് റിട്ടേൺ റേസ് ചെയ്യുകയെല്ലാം ഉണ്ടായി. എന്നാൽ എനിക്ക് വളരെയധികം വിഷമം തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് ഇത്രത്തോളം സമയം നമ്മൾ ഇതിനു വേണ്ടി മെനക്കെടേണ്ടി വന്നു എന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവമെല്ലാം ആമസോണിൽ നിന്നും പ്രൊഡക്റ്റ് എല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിൽ അൺപ്രൊഫഷണലായ ആരെങ്കിലുമാണ് നിങ്ങളുടെ കേസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അത് നമുക്ക് ഒരുപാട് തലവേദനയെല്ലാം ആകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് വന്നിരുന്ന ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.